ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഊട്ടി യാത്രയുടെ രണ്ടാം ഭാഗമാണ് കേട്ടോ. മൊത്തത്തിലൊരു വീഡിയോ ആയിട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് പാർട്ടാക്കിയത്. അപ്പം നമ്മൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഊട്ടിയിലെത്താനായിട്ടാണ്. കാലാവസ്ഥ ഒരു ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല തണുത്ത കാലാവസ്ഥ അല്ലേ, അതിൻ്റെ ഒരു ഡബിളാണ് കേട്ടോ അവിടുത്തെ കാലാവസ്ഥ. നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്തത്ര തണുപ്പാണ്. അപ്പം കാലാവസ്ഥ എന്തോ ആയിക്കോട്ടെ, അവിടെ ആസ്വദിക്കാൻ അതിമനോഹരമാണ് കേട്ടോ. പ്രകൃതിയും അവിടുത്തെ ഓരോ കാലാവസ്ഥയും മാത്രമല്ല, അവിടുത്തെ ഓരോ ചെടികളും ഓരോ നാട്ടുവഴിയും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അവിടെ ഉള്ളത്. അങ്ങനെ ഏകദേശം നമ്മൾ ഒരു 10 മണിയൊക്കെ ആയപ്പം ഊട്ടിയിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ട് റൂം എടുത്തിട്ട് ആദ്യം റൂം എടുത്തൊന്ന് ഫ്രഷ് ആയ ശേഷമാണ് പിന്നെ നമ്മൾ ബോട്ട് ഹൗസിലേക്കും ബാക്കിയൊക്കെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോയത്. കാരണം നമ്മൾ രാവിലെ പുറപ്പെട്ടതുകൊണ്ട് നമ്മൾ എല്ലാവരും ടയേർഡാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയ ശേഷം വീണ്ടും യാത്ര തുടരുമ്പം നമുക്കൊന്നും കൂടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ജേണീൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ലൈഫിൽ ഞാൻ 3ാമത്തെ തവണയാണ് കേട്ടോ ഊട്ടിയിൽ വരുന്നത്. മാഷാല്ലാ, ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു റൂം എടുത്തു. അതായത് രണ്ടാൾക്കും, അതിൻ്റെ കൂടെ എൻ്റെ അനിയത്തി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവൾക്കും ഹസ്ബൻഡിനും കുട്ടികൾക്കും പിന്നെ ഞങ്ങൾക്കും വേണ്ടിയിട്ട് അങ്ങനെ 2 റൂം, ഒരു ഇതിൽ തന്നെ 2 റൂമുള്ളൊരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഒന്ന് ഫ്രഷ് ആയ ശേഷം ബോട്ട് ഹൗസിലേക്ക് പോയി. ബോട്ട് ഹൗസിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് അവിടെ എല്ലാം ഒന്ന് കണ്ടു കേട്ടോ. പിന്നെ കണ്ടിട്ട് നമ്മൾ ആകെ നമുക്ക് അവിടെ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ ഒരു മിനി ട്രെയിൻ ഉണ്ടല്ലോ അതുണ്ട്, കാണാൻ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ട് ഹൗസിലെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കണ്ടു. പിന്നെ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഊട്ടി വർക്കി ഉണ്ടല്ലോ, അതും നല്ല ടേസ്റ്റ്, എനിക്കിഷ്ടമാണ് കേട്ടോ സാധനം. ഊട്ടിയിലത് ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല ഒരു കറുമുറ എന്നുള്ളൊരു, കഴിക്കാൻ നല്ലൊരു ഫ്ലേവറുള്ളൊരു സാധനമാണ് കേട്ടോ. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് ഞാനത് വാങ്ങിച്ചിട്ട് പക്ഷെ എനിക്ക് ആ ഒരു ഫ്ലേവർ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ടു, എല്ലായിടത്തും നമ്മൾ കറങ്ങി അവിടെ എല്ലാം കണ്ടു. ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അത് സാറ്റർഡേ ആയിട്ടായിരിക്കും ഇത്ര തോനെ വിസിറ്റേഴ്സ്. പിന്നെ ഊട്ടി എപ്പോഴും വിസിറ്റേഴ്സിൻ്റെ സ്ഥലമാണല്ലോ. നമുക്ക് പ്രകൃതിയെ എത്ര രീതിയിൽ ഭംഗിയാക്കി കാണാൻ പറ്റുമോ അത് നമുക്ക് ഊട്ടിയിലെത്തിയാൽ കാണാം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട ശേഷം അവിടെ പല ഫുഡ് ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കോൺ ഉണ്ടല്ലോ, സ്വീറ്റ് കോൺ ഉണ്ട്, അതുപോലെ മസാല കോണ്, പിന്നെ തണുപ്പത്ത് ഐസ്ക്രീമോ എന്ന് ചോദിക്കും, ഐസ്ക്രീം കഴിക്കുന്നവരും ഉണ്ട് അവിടെ. വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീം, ചാട്ട് മസാല, പാനിപൂരി, ചോക്ലേറ്റ്സ്, പിന്നെ ഫ്രൂട്ട്സിൽ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടുള്ളൊരു സാധനം. എന്തായാലും കഴിക്കാനും നമുക്കത് കാണാനും ഒരുപാടുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കണ്ട ശേഷം മക്കൾക്ക് എല്ലാം ഏകദേശം കാണിച്ചു കൊടുത്തിട്ടോ. കാരണം അവിടെ കുറേ ഗെയിംസിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഡ്രസ്സസൊക്കെ വെച്ചാൽ നമ്മളെ നാട്ടിലേനെക്കാട്ടും ഭയങ്കര വിലയാണ് കേട്ടോ. നമ്മൾ കാണുമ്പോൾ ശരിക്കും ആഹാ, പക്ഷേ അത് ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നവരായാലും വല്ലാണ്ട് ടൈമിലേക്കൊന്നും പോകാൻ നിൽക്കണ്ട, കാരണം നമ്മളെ കൊക്കിലൊതുങ്ങൂല. പിന്നെ നമ്മൾ ആ മിനി ട്രെയിൻ ഉണ്ടല്ലോ, മിനി ട്രെയിനിൽ കയറിയിട്ടാണ്. വലിയൊരു സംഗതി എന്നൊന്നും പറയാനില്ല, പക്ഷേ ജസ്റ്റ് ഒരു 3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു യാത്ര, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. നല്ല രസം, കുട്ടികൾക്കൊക്കെ ഒരു ഇഷ്ടം, അത്രേ ഉള്ളൂ. അങ്ങനെ ഏകദേശം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു, അതിലും കയറി. ആ ഒരു മിനി ട്രെയിനിലെ യാത്ര എന്ന് പറയുന്നത്, നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ ട്രെയിനൊക്കെ കളിക്കൂലേ, അതുപോലെ അത്രേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും പിന്നൊന്നും ഇങ്ങോട്ടും, അങ്ങനെ 3 വട്ടമായാലും അത് കഴിഞ്ഞു. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ആ മിനി ട്രെയിനിൽ കയറി. പിന്നെ ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ടൊരു അഭിമാനം തോന്നി. കാരണം നമ്മളെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോകാൻ വന്നാൽ അവിടുത്തെ ടോയ്ലറ്റിന് ഒരു വൃത്തിയില്ലാത്തൊരവസ്ഥ. പക്ഷേ ഇവിടുത്തെ എല്ലാം നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നത് പ്ലാസ്റ്റിക് ഫ്രീ ആയതുകൊണ്ടായിരിക്കും. കാരണം പ്ലാസ്റ്റിക് വല്ലാണ്ട് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം, ചെറിയൊരു ഭാഗമാണ്, കുറച്ച് ചെടികളും വെച്ചിട്ടുള്ളൊരു, പക്ഷെ അവിടെ അത്രയും മനോഹരമാക്കിയതും നീറ്റ് ആൻഡ് ക്ലീൻ ആയതും
എനിക്ക് തോന്നുന്നു ഒരു പ്ലാസ്റ്റിക് കവർ പോലും അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ പോകുന്നവരൊക്കെ പരമാവധി പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഒഴിവാക്കുക. അങ്ങനെ നമ്മൾ ആ ട്രെയിനിൽ കയറി ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും പോയി, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കാര്യമായിട്ട്. അപ്പം ആ കാഴ്ചകളെന്ന് പറയുന്നത് ആ പുഴ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടും കാണും, ഇവിടുന്ന് തിരിച്ച് പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും, പിന്നെ ഒരു ഗുഹേൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ വലിയൊരു ഒച്ച ഉണ്ടാക്കും ആൾക്കാർ, അത്രയേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും അതിലില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അതും ആസ്വദിച്ചു. കാരണം ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് നമ്മളത് ആസ്വദിച്ചു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് കഴിക്കാൻ പോയത് നമ്മൾ ഊട്ടിയിൽ നിന്ന് ഞെട്ടിക്കൽ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. ഒന്നുമില്ല, ഇവിടെ തമാശ പറഞ്ഞു, ഞെട്ടിക്കൽ ബിരിയാണി ബില്ല് കണ്ടപ്പോൾ ഞെട്ടിയതാണ്, അല്ലാതെ ഒന്നുമില്ല. കാരണം അവർ കൊടുത്ത എമൗണ്ടിന് ഒരു വർത്തും ഇല്ലാത്തൊരു ഫുഡ്. സ്പൈസസ് ഒരു ഓവർ സ്പൈസസാണ്. ബിരിയാണിയുടെ മസാല ഭയങ്കര ഓവർ കുത്തൽ, ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. ഞാൻ സാദാ ചോറാണ് പറഞ്ഞത്, പക്ഷേ അതും സാമ്പാറാണ്, അതൊരു എന്തോ ഒരു ഉണക്കമീൻ്റെ കറി, എന്താണെന്ന് എനിക്കറിയില്ല, ഒരു രസമില്ല. ഹോട്ടലിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ പരമാവധി നമ്മൾ കഴിക്കണ മുന്നേ അവിടുത്തെ മെനു കാർഡ് ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ഗാർഡനിലേക്കാണ് കേട്ടോ പോയത്. ഗാർഡനിൽ പോയി അവിടെയൊക്കെ ഒന്ന് നമ്മൾ ഓൾറെഡി നമ്മളവിടെ കണ്ടതാണ്, എന്നാലും നമുക്കൊന്നും കൂടെ അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. പിന്നെ അവിടെ നമ്മൾ കുറച്ച് നേരം ചിലവഴിച്ചു. നമ്മൾ ലൈഫിൽ കിട്ടുന്ന ഓരോ നിമിഷവും നമ്മൾ ആസ്വദിക്കുക. പിന്നെ നമ്മൾ അവിടുത്തെ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടോ. പിന്നെ ഒരു വൈകിട്ടൊക്കെ ആയപ്പം നമ്മൾ നിൽക്കുന്ന ആ റൂമിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഒരു അടിപൊളി കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. വ്യൂ തന്നെ അടിപൊളി, കാരണം രാത്രിയാകുമ്പോൾ മൊത്തം ലൈറ്റും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. എനിക്ക് എന്തായാലും ഊട്ടിയിൽ ഈ പ്രാവശ്യത്തെ ട്രിപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു മൈ സിസ്റ്റർ ആൻഡ് ഓൾസോ താങ്ക് യു മൈ സിസ്റ്റർ ഫാമിലി. പിന്നെ നമ്മൾ തിരിച്ച് ഞായറാഴ്ച രാവിലെ സെറ്റപ്പോട് കൂടി തന്നെയാണ് തിരിച്ച് വന്നത്. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 9:30 ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഒരു 3-3:30 ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തുകയും ചെയ്തു. മാഷാഅല്ലാഹ്, ഒരു അടിപൊളി യാത്ര, അതിമനോഹരമായൊരു യാത്ര. നമ്മളെ ലൈഫിൽ കിട്ടുന്ന ഓരോ യാത്രകളും നമ്മൾ ആസ്വദിക്കുക. നമ്മളെ കൂടെ എല്ലാവരും ഉണ്ടോ അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് ആ ഒരു യാത്ര നമ്മളൊപ്പം കൂട്ടി കൊണ്ടുപോവുക. ആൻഡ് താങ്ക് യു സോ മച്ച്.